വെൽക്കം ബാക്ക് ടു സാല ലേണിംഗ്. അഖില മിസ് ആണ്. സോ നമ്മുടെ EVS വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആയിരുന്നു ജേർണി ഓഫ് എ റിവർ എന്ന് പറയുന്നത്. അപ്പൊ ചാപ്റ്ററിന്റെ പേര് പോലെ തന്നെ ഒരു റിവർ നമ്മളോട് അതിന്റെ സ്റ്റോറി ഷെയർ ചെയ്യായിരുന്നു അല്ലെ, അതിന്റെ ജേർണി നമ്മളുമായിട്ട് ഷെയർ ചെയ്യായിരുന്നു. അത് ഏത് റിവർ ആയിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, നമ്മുടെ സ്വന്തം ഗോദാവരി ആയിരുന്നു അല്ലെ. അപ്പൊ ഗോദാവരി എന്ന് പറയുന്ന റിവർ അതിന്റെ ജേർണി എങ്ങനെയൊക്കെയാണ്, അതിന്റെ ജേർണിക്ക് ഇടയിൽ അതുമായിട്ട് കൂട്ടിമുട്ടുന്ന ആളുകൾ ആരൊക്കെയാണ്, അത് ഏതൊക്കെ സ്ഥലങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്, ആൻഡ് എവിടെയാണ് അത് പോയിട്ട് എന്ത് ചെയ്യുന്നത്, പതിക്കുന്നത് അല്ലെ, അതിന്റെ എൻഡ് എവിടെയാണ്, അതിന്റെ ഇടയിൽ അതിന് സംഭവിക്കുന്ന കുറെ കാര്യങ്ങളൊക്കെ നമ്മളുമായിട്ട് ഈ ഒരു ചാപ്റ്ററിൽ നമ്മുടെ ഗോദാവരി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ ഈ റിവറുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ജനറൽ ആയിട്ട് ഈ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുമാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇതാ ഈ ഒരു പിക്ചർ തന്നെയാണ്. അപ്പൊ ഈ പിക്ചർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. ആ പിക്ചർ സൂക്ഷിച്ചു നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നമ്മൾ ഈ ചാപ്റ്ററിൽ കംപ്ലീറ്റ് പഠിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഈ പിക്ചറിലൂടെ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ ഗോദാവരി എന്ന് പറയുന്ന റിവർ ഇതാ നമ്മുടെ ബ്രഹ്മഗിരി ഹിൽസ് ഓഫ് വെസ്റ്റേൺ ഗട്ട്സ് അല്ലെ, അറ്റ് ത്രയംബകേശ്വർ, അവിടെയാണ് അതിന്റെ ഒറിജിൻ എന്ന് പറയുന്നത്. അവിടെ നിന്ന് വന്നുകൊണ്ട് അവിടെ നിന്ന് അതിന്റെ ജേർണി സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ആൻഡ് അതിന്റെ എൻഡ് എന്ന് പറയുന്നത് എവിടെയാണ് നമ്മൾ കാണുന്നത്, ദ ബേ ഓഫ് ബംഗാൾ അല്ലെ. അപ്പൊ ഇതുവരെ ഇതിന്റെ ഇടയിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഇത് ഏതൊക്കെ സ്റ്റേറ്റിലൂടെ കടന്നു പോകുന്നുണ്ട്, ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മളോട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നെയിം ദ സ്റ്റേറ്റ്സ് ദാറ്റ് ഗോദാവരി ഫ്ലോസ് ത്രൂ അല്ലെ. ഏതൊക്കെ സ്റ്റേറ്റിലൂടെ കടന്നു പോകുന്നുണ്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. യെസ്, ഇവിടെ ഇതാ മഹാരാഷ്ട്ര നമ്മൾ കാണുന്നുണ്ട്, ഛത്തീസ്ഗഡ് കാണുന്നുണ്ട്, ഒഡീഷ കാണുന്നുണ്ട്, നമ്മൾ ആന്ധ്രാപ്രദേശ് കാണുന്നുണ്ട്, നമ്മൾ തെലങ്കാന നമ്മൾ കാണുന്നുണ്ട് അല്ലെ. സോ നമ്മുടെ ആൻസേഴ്സ് എന്ന് പറയുന്നത് മഹാരാഷ്ട്ര, തെലങ്കാന, ആന്ധ്രാപ്രദേശ്, ഛത്തീസ്ഗഡ് ആൻഡ് ഒഡീഷ. നമുക്ക് എന്ത് ചെയ്യാം, അടിപൊളിയായിട്ട് നമുക്ക് പഠിച്ചു വെക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, നെയിം എ ഡാം അല്ലെ, ഒരു ഡാമിന്റെ പേരും എ വൈൽഡ് ലൈഫ് സാങ്ച്വറി അലോങ് ദ ലെങ്ത് ഓഫ് ഗോദാവരി എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഗോദാവരിയുടെ തീരത്ത് കാണുന്ന ഏതെങ്കിലും ഒരു ഡാമിന്റെ പേര്, അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു എന്താണ് വൈൽഡ് ലൈഫ് സാങ്ച്വറി ഏതാണ് എന്നൊക്കെയാണ് ചോദിച്ചിരുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് ഒരുപാട് എണ്ണം നമ്മൾ കാണുന്നുണ്ട് അല്ലെ. ഇതാ നോക്കിയേ, യെസ്, കാവൽ ടൈഗർ റിസർവ് നമ്മൾ കാണുന്നുണ്ട്, ശ്രീരാം സാഗർ പ്രൊജക്ട് SRSP നേരത്തെ പറഞ്ഞിട്ടുള്ള പ്രൊജക്ട് അല്ലെ, അത് നമ്മളിവിടെ കാണുന്നുണ്ട് അല്ലെ. കൊരിങ്ങ വൈൽഡ് ലൈഫ് സാങ്ച്വറി നമ്മളിവിടെ കാണുന്നുണ്ട്. ഇതിലൊക്കെ ഏത് വേണമെങ്കിലും, പെഞ്ച് നാഷണൽ പാർക്ക് നമ്മളിവിടെ കാണുന്നുണ്ട്. അപ്പൊ ഇതിൽ ഏത് വേണമെങ്കിലും നമുക്ക് ആൻസർ ആയിട്ട് കൊടുക്കാം. അപ്പൊ ഡാം എന്ന് പറയുമ്പോൾ നമ്മുടെ എന്താണ് SRSP അല്ലെ. ഇപ്പൊ നമ്മൾ കാണിച്ചു തന്നില്ലേ എന്താണ് ശ്രീരാം സാഗർ പ്രൊജക്ട്. നമുക്ക് എന്ത് ചെയ്യാം, യെസ്, പൊലവരം ഡാം ഏത് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, മാർക്ക് ചെയ്യാം. അതല്ല വൈൽഡ് ലൈഫ് സാങ്ച്വറി ആണെങ്കിൽ കൊരിങ്ങ വൈൽഡ് ലൈഫ് സാങ്ച്വറിയും കാവൽ ടൈഗർ റിസർവും ഒക്കെ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്ക് പെഞ്ച് നാഷണൽ പാർക്കും കാണാൻ വേണ്ടി സാധിക്കും. അപ്പൊ ക്വസ്റ്റ്യൻ അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ആൻസേഴ്സ് മാറ്റി കൊടുക്കാൻ വേണ്ടി സാധിക്കും അല്ലെ. അടുത്ത ചോദ്യം എന്താണ്, വിച്ച് ആർ ദ സ്മോൾ റിവേഴ്സ് ജോയിൻ ഗോദാവരി ഇൻ ഇറ്റ്സ് ജേർണി അല്ലെ. അതിന്റെ ജേർണിയിൽ ഗോദാവരിയിൽ ജോയിൻ ചെയ്യുന്ന റിവേഴ്സ് ഏതൊക്കെയാണ്. സോ സൂക്ഷിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അല്ലെ, മഞ്ചീര ഉണ്ട്, ശബരി ഉണ്ട്, ഇന്ദ്രാവതി ഉണ്ട്. സോ ഇന്ദ്രാവതി, ശബരി ആൻഡ് മഞ്ചീര റിവേഴ്സ് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് മാർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഇതിന്റെ ജേർണി പറയുന്ന സമയത്ത് നമ്മളുമായിട്ട് ഷെയർ ചെയ്തിട്ടുള്ള മറ്റൊരു കാര്യമാണ് ഇതെന്ന് പറയുന്നത് അവിടെ സറൗണ്ടിങ്സിൽ ജീവിക്കുന്ന ഒരുപാട് ആളുകൾക്ക് എന്താണ് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു റിവർ ആണ് അല്ലെ. അപ്പൊ നമ്മളോട് ചോദിക്കുകയാണ്, ലിസ്റ്റ് 3 ways in which people are dependent on the river ഗോദാവരി. ഗോദാവരി എന്ന് പറയുന്ന റിവറിൽ പീപ്പിൾ എങ്ങനെയൊക്കെയാണ് അല്ലെ, ജനങ്ങൾ എങ്ങനെയൊക്കെയാണ് അതിനെ ഉപയോഗിക്കുന്നത്. സോ എല്ലാം ഉണ്ട്, ഡ്രിങ്കിങ് വാട്ടർ, ഇറിഗേഷൻ ഫോർ ക്രോപ്സ് അല്ലെ, ആൻഡ് ഇൻഡസ്ട്രിയൽ യൂസ്. ഫാമിംഗ് എന്നൊക്കെ പറയുന്നത് എന്താണ്, ഗോദാവരിയുടെ തീരത്ത് അല്ലെങ്കിൽ ഗോദാവരിയിലെ വാട്ടർ ഉപയോഗിച്ച്, തീരത്തല്ലെങ്കിൽ പോലും പൈപ്പിലൂടെ ഒക്കെ ഈ വെള്ളം കൊണ്ടുപോയിട്ട് കനാലിലൂടെ ഒക്കെ കൊണ്ടുപോയിട്ടും ആളുകൾ എന്ത് ചെയ്യാറുണ്ട്, യൂസ് ചെയ്യാറുണ്ട്. ഡ്രിങ്കിങ് പർപ്പസിന് യൂസ് ചെയ്യാറുണ്ട്, ഇൻഡസ്ട്രിയൽ യൂസ് അല്ലെ, ഫാക്ടറിയിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇൻ വിച്ച് ഒക്യുപ്പേഷൻസ് അല്ലെ, യെസ്, ഒക്യുപ്പേഷൻസിന്റെ കാര്യമാണ് ചോദിച്ചത്. ആർ പീപ്പിൾ ആർ എൻഗേജ്ഡ് നിയർ ദ റിവർ ഗോദാവരി. ഗോദാവരിയുടെ തീരത്ത് താമസിക്കുന്ന ആളുകളുണ്ട്, അവർക്ക് എന്തൊക്കെ ഒക്യുപ്പേഷൻസ് ആണ്, എന്തൊക്കെ സാധ്യതകളാണ് അവിടെ ഉള്ളത്, ജോലി സാധ്യതകൾ അല്ലെ. ഫാമിംഗ് ഉണ്ട്, ഫിഷിംഗ് ഉണ്ട്, ഇൻഡസ്ട്രീസ് യൂസിങ് റിവർ വാട്ടർ. അപ്പൊ റിവർ വാട്ടർ യൂസ് ചെയ്തിട്ടുള്ള ഇൻഡസ്ട്രീസ് ഉണ്ട്, ഫാമിംഗ് ഓഫ് കോഴ്സ് ഉണ്ടായിരിക്കും അല്ലെ. അതേപോലെ തന്നെ എന്താണ് ഫിഷിംഗ്, വലിയൊരു ഏരിയ ആണ്. അപ്പൊ ഇതൊക്കെ എന്താണ് ഒക്യുപ്പേഷൻസ് ആണ്. ആൻഡ് അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ക്രോപ്സ് ഗ്രോ നിയർ ഗോദാവരി എന്നുള്ളതായിരുന്നു. ഏതൊക്കെ ക്രോപ്സ് ആണ് അല്ലെ, ഏതൊക്കെ വിളകളാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ റൈസ്, ഷുഗർ കെയിൻ ആൻഡ് കോട്ടൺ ആണ്. പ്രധാനമായിട്ടുള്ള ക്രോപ്സിന്റെ പേരാണ് നമ്മൾ അവിടെ ആൻസർ ആയിട്ട് കൊടുക്കേണ്ടത്. സോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി മറ്റൊരു ഏരിയ എന്ന് പറയുന്നത് നമുക്കറിയാം അല്ലെ, പ്യൂർ വാട്ടർ എന്ന് പറയുന്നത് അത്രയും കുറവാണ്. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഗോദാവരി എന്ന് പറയുന്നത് ഒരുപാട് ആളുകളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പല രീതിയിൽ, അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ എല്ലാവരും വാട്ടർ യൂസ് ചെയ്യുന്ന ആളുകളാണ് അല്ലെ. വാട്ടർ എന്ന് പറയുന്നത് എല്ലാ ലിവിങ് ബീങ്സിനും അത്യാവശ്യമായിട്ടുള്ള ഒരു ആളാണെന്ന് നമുക്ക് പറയാൻ
പറയാൻ വേണ്ടി പറ്റും. അപ്പൊ ഈ വാട്ടറിനെ നമ്മൾ പല രീതിയിൽ ഇങ്ങനെ പൊല്യൂട്ടഡ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഈ ഒരു പിക്ചർ നിങ്ങൾ നോക്കിയേ, ഇത്രയും ഡിപ്പെൻഡന്റ് ആണ് ഗോദാവരി എങ്കിൽ പോലും ഗോദാവരിയിലേക്ക് ഒരു എക്സാമ്പിൾ ആണ് കേട്ടോ, ഗോദാവരി എന്ന് പറയുന്ന റിവറിലേക്ക് നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു, ഒരുപാട് വേസ്റ്റുകൾ ഡംപ് ചെയ്യുന്നു. സീവേജ് വേസ്റ്റ് ആയിക്കോട്ടെ അല്ലെ, നമ്മൾ ഈ പറയുന്ന ഡൊമസ്റ്റിക് വേസ്റ്റ്, ഫാക്ടറി വേസ്റ്റ്, ഹോട്ടൽ വേസ്റ്റ്, ഇൻഡസ്ട്രി എന്നുള്ളത് ആയിക്കോട്ടെ, അപ്പൊ എല്ലാ രീതിയിലും പെസ്റ്റിസൈഡ്സ് ആയിക്കോട്ടെ, ഫെർട്ടിലൈസേഴ്സ് ആയിക്കോട്ടെ അല്ലെ, സോപ്പ് ആൻഡ് ഡിറ്റർജന്റിന്റെ ഓവർ യൂസ് ആയിക്കോട്ടെ, ഇതൊക്കെ കൊണ്ട് കെമിക്കൽസ്, അപ്പൊ ഇതൊക്കെ കൊണ്ട് എന്ത് ചെയ്യാണ്, നമ്മൾ നമ്മുടെ വാട്ടറിനെ ഇങ്ങനെ പൊല്യൂട്ടഡ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്, നമ്മുടെ റിവർ ഇങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മൾ പല ആവശ്യങ്ങൾക്കും യൂസ് ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോഴും ഇതൊന്നും പിന്നീട് നമുക്ക് ഡ്രിങ്കിങ് പർപ്പസിനോ അല്ലെങ്കിൽ മറ്റു ആവശ്യങ്ങൾക്കോ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ഇതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ഒരുപാട് വാട്ടർ വേസ്റ്റ് ആക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ഇനിയും നമ്മൾ എഫിഷ്യന്റ് ആയിട്ട് വാട്ടർ സേവ് ചെയ്തുകൊണ്ട് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ ലൈഫിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ ആവശ്യത്തിന് വാട്ടർ കിട്ടാത്ത ഒരു സിറ്റുവേഷൻ വരും എന്നുള്ളത് പറഞ്ഞുകൊണ്ടാണ് ഈ ചാപ്റ്റർ അവസാനിപ്പിക്കുന്നുണ്ടായിരുന്നത്. അപ്പൊ പൊല്യൂഷന്റെ രീതിയിലായിക്കോട്ടെ, അതല്ലാത്ത വേസ്റ്റ് ആക്കുന്ന രീതിയിലായിക്കോട്ടെ, എല്ലാം കൊണ്ടും നമ്മൾ എന്ത് ചെയ്യാണ്, നമുക്ക് വാട്ടർ സ്കാർസിറ്റി അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ ഇന്ന് നാട്ടിലുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ റീസൺ എന്ന് പറയുന്നത് നമ്മൾ എല്ലാവരും ആണ്. സോ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം വാട്ടർ യൂസ് ചെയ്യുന്ന സമയത്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും പോയിന്റുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അല്ലെ, നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. അവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ലാസ്റ്റ് പറഞ്ഞിരിക്കുകയാണ് അല്ലെ, റിമെമ്പർ എവറി ഡ്രോപ്പ് കൗണ്ട്സ്. അത് ഞാൻ ഹൈലൈറ്റ് ചെയ്ത് വെച്ചതാണ്. നമ്മൾ യൂസ് ചെയ്യേണ്ട അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും നമ്മുടെ മൈൻഡിൽ ഓർത്തു വെക്കേണ്ട ഒരു പോയിന്റ് ആണിത്. കാരണം നമ്മൾ പാഴാക്കുന്ന ഓരോ ഡ്രോപ്പും എന്താണ്, ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. സോ യൂസ് വാട്ടർ എഫിഷ്യൻറ്റ്ലി, ഡു നോട്ട് വേസ്റ്റ് ഇറ്റ് അല്ലെ, വാട്ടർ വേസ്റ്റ് ആക്കാതിരിക്കുക. പൊല്യൂഷൻ ഓഫ് കോഴ്സ് നമ്മൾ നടത്തരുത്, അത് നമ്മൾ തന്നെയാണ് കൺട്രോൾ ചെയ്യേണ്ടത്. നമ്മൾ തന്നെയാണ് പ്ലാസ്റ്റിക് എന്ത് ചെയ്യാതിരിക്കേണ്ടത്, ഡംപ് ചെയ്യാതിരിക്കേണ്ടത്, മറ്റ് വേസ്റ്റുകൾ ഡംപ് ചെയ്യാതിരിക്കേണ്ടത് ഒക്കെ നമ്മളാണ് ചെയ്യേണ്ടത്. കൂട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, ഉള്ള വാട്ടറിനെ സേവ് ചെയ്യാനും ശ്രമിക്കുക. ടേൺ ഓഫ് ദ ടാപ്പ് വൈൽ ബ്രഷിംഗ് യുവർ ടീത്ത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ ബ്രഷ് ചെയ്യുന്ന സമയം മുതൽ നമ്മൾ ഒരുപാട് വാട്ടർ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു, വേസ്റ്റ് ആക്കിക്കൊണ്ടിരിക്കുന്നു. ആവശ്യത്തിനല്ലാതെ നമ്മൾ വേസ്റ്റ് ആക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ അൺനെസസറി ആയിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ നമ്മൾ റെഡ്യൂസ് ചെയ്യുക, നമ്മൾ ഒഴിവാക്കുക. ഡു നോട്ട് വേസ്റ്റ് ഡ്രിങ്കിങ് വാട്ടർ അല്ലെ. ഫിക്സ് ലീക്കിംഗ് ടാപ്സ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് അഡൾട്ട്സ് ആൻഡ് റീയൂസ് ക്ലീൻ വാട്ടർ ലെഫ്റ്റ് ഫ്രം വാഷിംഗ് ഫ്രൂട്ട്സ് ഓർ വെജിറ്റബിൾസ് ഇൻ വാട്ടറിംഗ് പ്ലാന്റ്സ്. റിമൈൻഡ് ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് ടു സേവ് വാട്ടർ ടു. അപ്പോൾ നമ്മൾ മാത്രമല്ല, നിങ്ങളാണെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള നിങ്ങളുടെ ഫാമിലിനെയും നിങ്ങളുടെ ഫ്രണ്ട്സിനെയും ഒക്കെ ഇതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക, അവർക്ക് വേണ്ടിയുള്ള അവയർനെസ് നൽകിക്കൊണ്ടിരിക്കുക. ബിക്കോസ് വാട്ടർ എന്ന് പറയുന്നത് എല്ലാവർക്കും വേണ്ടതാണ് അല്ലേ. അപ്പോൾ അൾട്ടിമേറ്റ് ആയിട്ട് നമുക്ക് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് സേവ് വാട്ടർ എന്നുള്ളതാണ്. സോ ഇവിടെ നോക്കിയാൽ നിങ്ങൾ ഒരു പോസ്റ്ററാണ്, ഇതേപോലെ കളർഫുൾ ആയിട്ട് ക്രിയേറ്റീവ് ആയിട്ടുള്ള പോസ്റ്റേഴ്സ് ഒക്കെ നിങ്ങൾക്കും എന്ത് ചെയ്യാം, പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അതിൽ എഴുതാൻ പറ്റിയിരിക്കുന്ന ഇതേപോലെ ഇവിടെ എഴുതിയിരിക്കുന്ന എന്താണ്, സേവ് വാട്ടർ, ദ വേൾഡ് ഈസ് ഇൻ യുവർ ഹാൻഡ്സ് അല്ലേ. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്കും എന്ത് ചെയ്യാം, ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഈ അവയർനെസ് പ്രോഗ്രാമിലൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതൊക്കെ ചെയ്യാന്നുള്ളതും കൂടെയാണ് ഈ ചാപ്റ്ററിന്റെ ഒരു എയിം എന്ന് പറയുന്നത്. സോ ഈ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചേക്കുക. നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ വേണ്ടിയിട്ട് മിസ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, നമ്മുടെ ഗോദാവരി റിവറിന്റെ ലെങ്ത് എത്രയാണ്, അതിന്റെ നീളം എത്രയാണെന്നുള്ളത് കണ്ടുപിടിച്ചിട്ട് മക്കൾ എന്ത് ചെയ്യണം, നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണം. സോ എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുക. നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.